എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നിഫ്റ്റി മാത്രമല്ല, ഒട്ടുമിക്ക ഇൻഡെക്സുകളും ഇന്ന് നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത്രയും താഴ്ന്നത് കൊണ്ട് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും നിഫ്റ്റിയുടെ പോക്ക്, അല്ലെങ്കിൽ നാളെ നിഫ്റ്റിയുടെ ലെവൽ എന്താണ്, അതായത് വ്യാഴാഴ്ച 18-ാം തീയതി വ്യാഴാഴ്ച എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ദിവസത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ 1 അവർ ചാർട്ടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അതായത് നിഫ്റ്റിയുടെ 1 അവറുടെ ചാർട്ടാണ് ഇത്. അപ്പോൾ നാളെ ഇപ്പോൾ എന്തായിരിക്കും, നാളെ നിഫ്റ്റി ഇത്രയും താഴ്ന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നാളെ എക്സ്പയറി ആണ്. അപ്പോൾ നിഫ്റ്റി നല്ല വോളട്ടൈൽ തന്നെ ആയിരിക്കും നാളത്തെ മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസൊക്കെ കൃത്യമായ റേഞ്ച് അറിയാതെ, കൃത്യമായ ട്രെൻഡ് അറിയാതെ നമ്മൾ ഒരിക്കലും നാളത്തെ ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം വലിയ വലിയ ക്യാൻഡിൽസ് ആയിരിക്കും വരാം. നമ്മൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ചിലപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് നമ്മൾ ആ റേഞ്ചിലേക്ക് തന്നെ വരും. വീണ്ടും അപ്പ് ആൻഡ് ഡൗൺ പോകാനൊക്കെ സാധ്യത വളരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി ഈ ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ലെവല്, അതായത് ഈ പോയിന്റ് 21,500 ഉണ്ട്. ഇവിടെ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. 21,500 നമുക്കൊരു ലൈൻ എന്തെങ്കിലും ഇടാം. ഈ ലെവലിൽ എത്രയോ പ്രാവശ്യം നിഫ്റ്റി ടച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ 1, 2, പിന്നെ ഇവിടെ കുറച്ച് ഒരു 2, 3, 4 ദിവസം ടച്ച് ചെയ്തു. അപ്പോൾ ഈ ലെവല് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലെവലാണ് 21,500. അപ്പോൾ നാളെ മാർക്കറ്റ് ഇപ്പോൾ എവിടെ ഓപ്പൺ ചെയ്താലും ഈ ലെവലിൽ എത്തുമ്പോൾ നമ്മൊന്ന് കോഷ്യസ് ആയിരിക്കണം, ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ഈ ലെവല് താഴാതെ നമുക്കൊരു സെൽ എൻട്രിക്ക് അത്ര അനുയോജ്യമല്ല. അതുകൂടാതെ നമുക്ക് ചാർട്ട് ഒന്ന് പിന്നിലേക്ക് പോയി നോക്കാം. നമ്മൾ ചാർട്ട് ഒന്ന് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇതാണ് ഒരു ഗ്യാപ്പ് അപ്പോടുകൂടി ഇതായത്. അതായത് ആ പോയിന്റ് എന്ന് വെച്ചാൽ 21,458. അപ്പോൾ നമുക്ക് ഒരു സോണായിട്ട് വരച്ചു നോക്കാം. അത് ഈ ഏരിയ. അപ്പോൾ ഈ ഏരിയ ഒരു പ്രത്യേകമായ ഒരു ഏരിയയാണ്. എത്രയോ പ്രാവശ്യം ഇവിടെ നിന്ന് കയറിപ്പോയി. അതുകൂടാതെ ഇത് റീടെസ്റ്റ് വന്നു. ഇവിടെ റീടെസ്റ്റ് വന്നു. ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ടച്ച് ചെയ്യണ്ട. അപ്പോൾ ഈ ഏരിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ നാളെ മിക്കവാറും നമ്മളെ പറ്റിക്കാനല്ല, അത് ആ റേഞ്ചിൻ്റെ പ്രത്യേകതയുടെ അത്. അപ്പോൾ പറ്റിക്കൽ എന്ന് പറയാനായിട്ട്. അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ നാളെ ഇവിടെ നിന്ന് ഓപ്പൺ ആവും, എന്നിട്ട് ഇവിടെ റേഞ്ചിൽ കളിക്കും, എന്നിട്ട് ചിലപ്പോൾ കയറി പോകാനായിട്ട് സാധ്യത. ഓരോ പ്രോബബിലിറ്റിയാണ് മാർക്കറ്റ് എവിടെ ഓപ്പൺ എന്ന്. ചിലപ്പോൾ ഇവിടെ താഴെ ഓപ്പൺ ആവും, കുറച്ച് നേരം ഇവിടെ കളിച്ച് വീണ്ടും കയറി പോകാനായിട്ട് സാധ്യത. അത് ഒന്നാമത്തെ ഒരു പ്രോബബിലിറ്റി. അല്ലെങ്കിൽ മുകളിൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യും, എന്നിട്ട് നേരെ ഇവിടേക്ക് വന്ന് ടച്ച് ചെയ്യും, എന്നിട്ട് വീണ്ടും കുറച്ച് നേരം ഇവിടെ നിന്ന് യു ടേൺ അടിക്കും. അത് അങ്ങനെ സംഭവിക്കാം. പക്ഷെ എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ പോയിന്റ്, ഈ 21,500, 21,450 ഈ റേഞ്ചിൻ്റെ അവിടെ നമ്മൾ പരമാവധി ട്രേഡിങ് ഒഴിവാക്കുകയാണ് അഭികാമ്യം. അതിന് മുകളിലോ അല്ലെങ്കിൽ അതിന് താഴെയോ ആണ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട്. ഈ 50 പോയിന്റിൻ്റെ ഉള്ളിൽ, അതൊരു ഡേഞ്ചർ സോൺ. ഈ ഡേഞ്ചർ സോണിൻ്റെ ഉള്ളിൽ പരമാവധി കളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവിടെ നല്ല രീതിയിൽ ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ വലിയ വലിയ ക്യാൻഡിൽസ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. ഓരോ ക്യാൻഡിൽസ് 100 പോയിന്റ്, 50 പോയിന്റൊക്കെ ഇടയിൽ ക്യാൻഡിൽസ് വന്ന്. ഇത് 1 അവറിൻ്റെ ചാർട്ടാണ് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരു പ്രോബബിലിറ്റി, ഞാൻ കണ്ടൊരു പ്രോബബിലിറ്റി, ഇപ്പോൾ എവിടെ ഓപ്പൺ ചെയ്താലും ഒരു കൺസോളിഡേഷൻ റേഞ്ച് വന്നതിന് ശേഷം, അതായത് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഏരിയ റേഞ്ച് വന്നതിന് ശേഷം വിത്ത് വലിയൊരു റെഡ് ക്യാൻഡിൽ ഈ റേഞ്ചിനെ ക്രോസ് ചെയ്തു താഴേക്ക് നിന്ന് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ നമുക്ക് ഒരു പുട്ടിനാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്കാണ് ചാൻസ്. അവിടെ നമുക്കൊരു പുട്ടിന് പ്രയോറിറ്റി കൊടുത്തിട്ട് പിക്ക് പ്രയോറിറ്റി കയറിയിട്ട് ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.
അത് ഒരു കൺസോളിഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൺസോളിഡേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ വലിയൊരു ക്യാൻഡിലായിരിക്കണം. ഈ റേഞ്ചിനെ ക്രോസ് ചെയ്തിട്ട് താഴേക്ക് വലിയൊരു റെഡ് ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അത് കൺസോളിഡേഷൻ നേരെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ നേരെ വന്നിട്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് നേരെ ഒരു ബ്രേക്ക് ഡൗൺ ആയാൽ അതിന് പ്രോബബിലിറ്റി കുറയും. ഒരു കൺസോളിഡേഷൻ വന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു റെഡ് ക്യാൻഡിലാണെങ്കിൽ അതിന് പ്രോബബിലിറ്റി കൂടും. പക്ഷെ നാളെ നേരെ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് നേരെ ഒരു റെഡ് ക്യാൻഡിലാണെങ്കിൽ പ്രോബബിലിറ്റി കുറയും. കാരണം എന്താ വെച്ചാൽ ഒരു കൺസോളിഡേഷൻ വന്നു കഴിഞ്ഞിട്ട് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന് പ്രോബബിലിറ്റി കൂടും. ഇവിടെയൊക്കെ കൺസോളിഡേഷൻ ആയിരുന്നു. ഇവിടെ കൺസോളിഡേഷൻ വന്നിട്ട് മാർക്കറ്റ് ഈ കൺസോളിഡേഷൻ ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് പോയി. അപ്പോൾ അതിന് പ്രോബബിലിറ്റി കൂടി. അപ്പോൾ അതുപോലെ ഒരു കൺസോളിഡേഷൻ ഇവിടെ നടക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് ഈ 450 ഇവിടെ ഒരു ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ചിലപ്പോൾ ഒരു യൂ ടേൺ അടിക്കാം. നാളെ ചിലപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഒരു താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ യൂ ടേൺ അടിക്കാനും മതി നാളെ എക്സ്പയറി ആയതുകൊണ്ട്. അപ്പോൾ നമ്മളെ ഈ ക്ലോസിങ്ങിന് എരിയത്ത് എവിടെയെങ്കിലും കിട്ടി, അല്ലെങ്കിൽ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഒരു കൺസോളിഡേഷൻ വന്നിട്ട് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാനുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ വരിക. അപ്പോൾ ഇത് ചാർട്ടിൽ കണ്ടതുകൊണ്ടാണ് ഞാനൊരു നിഫ്റ്റിയിലെ വ്യൂ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ വീഡിയോയായിട്ട് വന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഒരു കൺസോളിഡേഷൻ വരാനായിട്ടും അതൊന്ന് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് 1 അവറിൻ്റെ ചാർട്ടഡ് ഞാൻ കാണിച്ചത്. അപ്പോൾ 1 അവറിൻ്റെ ഇങ്ങനത്തെ ഒരു റെഡ് ക്യാൻഡിൽ വരാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രോബബിലിറ്റി ഇതിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ 400-ന് ഒരു 450-ന് താഴെ ആണ് അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇൻട്രാഡേ ചാർട്ടിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇൻട്രാഡേ ചാർട്ട്. കണ്ട ഇവിടെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. കുറച്ചുകൊണ്ട് വലുതാക്കണ്ട ഇൻട്രാഡേ ചാർട്ടിൽ കണ്ട ഈ ഒരു പോയിന്റ് കണ്ട. ഇൻട്രാഡേയിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് കണ്ട 450-ൻ്റെ ഒരു ഏരിയ. അപ്പോൾ ഈ ഏരിയ ഒരു ഇൻട്രാഡേ ഇതും ക്ലോസ് ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നേരെ ഒരു ഫാൾ തന്നെയായിരിക്കും മാർക്കറ്റിൽ സംഭവിക്കുക. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ പരമാവധി ട്രേഡിങ് നാളെ ബിഗിനേഴ്സ് ഒഴിവാക്കുന്നത് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അതായത് 21,500, 21,450 ആ റേഞ്ച്. കാരണം അത് അവിടെ ഒരു റബ്ബർ പന്ത് പോലെ അടിക്കാനായിട്ട് സാധ്യത. അതായത് ഇവിടെ ഒന്ന് അടിച്ച് വീണ്ടും കയറ്റി അങ്ങനെ ഒരു ട്രേഡ് അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു ട്രേഡിങ് ഏരിയയാണ് ഈ ഏരിയ. അപ്പോൾ ഈ ഏരിയയിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം നാളെ ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.